പഞ്ചാബിൽ സിലിണ്ടറിനായി വരുന്ന 65-കാരൻ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ച വാർത്തയും നമ്മളിന്ന് കണ്ടു. കരിഞ്ചന്തയ്ക്കും പൂഴ്ത്തിവെപ്പിനുമെതിരെ വിവിധ സംസ്ഥാനങ്ങളിൽ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. പഞ്ചാബ് ബർണാല ജില്ലയിലാണ് പാചകവാതക സിലിണ്ടറിനായി കാത്തുനിന്ന വയോധികൻ മരിച്ചത്. 2 മണിക്കൂറോളം കാത്തുനിന്നതോടെ ഷഹ്ന ഗ്രാമത്തിലെ ഭൂഷൺ കുമാർ മിത്തൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. പ്രതിസന്ധി രൂക്ഷമായതോടെ ബംഗളൂരു നഗരത്തിലെ 70% ഹോട്ടലുകളും പൂട്ടി. കണ്ടില്ല മക്കളെ അവസ്ഥ. ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് വരുന്ന സംഭവമാണ് എണ്ണ, ഓയിൽ, ഗ്യാസ്. ഇന്ത്യക്ക് ആവശ്യമായ എണ്ണയുടെ ഏകദേശം 85% മുതൽ 90% വരെ വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. അതിൽ വലിയ ഭാഗം മിഡിൽ ഈസ്റ്റ്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. അതിനാൽ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് എന്ന കടൽപ്പാതയിൽ യുദ്ധമുണ്ടാവുകയോ തടസ്സമുണ്ടാവുകയോ ചെയ്താൽ ഇന്ത്യക്ക് എണ്ണ കിട്ടാൻ ബുദ്ധിമുട്ടാകും. എണ്ണന്റെ വില ഉയരും, പെട്രോൾ ഡീസൽ വില കൂടും, വിലക്കയറ്റം, ഇൻഫ്ലേഷൻ കൂടും. ഏകദേശം 10% എണ്ണവില ഉയർന്നാൽ ഇന്ത്യയുടെ GDP വളർച്ച കുറയാൻ സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. ഇറാൻ, USA, ഇസ്രായേൽ യുദ്ധമുണ്ടെങ്കിൽ ഇന്ത്യക്ക് എന്ത് സംഭവിക്കും? ഈ രാജ്യം തമ്മിലുള്ള സംഘർഷം കാരണം പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ. 1. ലോകമെമ്പാടും എണ്ണവില ഉയരും. 2. ഹോർമസ് വഴി വരുന്ന എണ്ണ തടസ്സപ്പെടാം. 3. ഇറക്കുമതി ചിലവ് കൂടും. 4. ഗ്യാസ്, ട്രാൻസ്പോർട്ട്, ഭക്ഷണം വരെ വില കൂടും. ഓയിൽ ഷോർട്ട് വന്നാൽ ഇന്ത്യ എന്ത് ചെയ്യും? 1. റഷ്യ പോലുള്ള രാജ്യങ്ങളിൽ കൂടുതൽ എണ്ണ വാങ്ങൽ. 2. സ്ട്രേഞ്ചേഴ്സ് ഓയിൽ റിസർവ്സ് ഉപയോഗിക്കൽ. 3. മറ്റു രാജ്യങ്ങളിൽ നിന്ന് അൾട്ടർനേറ്റ് സപ്പോർട്ട്. നമുക്ക് യുദ്ധമൊക്കെ അവസാനിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു പ്രശ്നത്തിൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വീകരിച്ച നിലപാട് നെക്സ്റ്റ് പാർട്ടിൽ പറയാം.